പരിശുദ്ധാത്മാവിന്റെ പ്രയോജനപ്പെടുന്ന ഗ്രഹിക്കെടുക്കേണ്ട ഈ സമയങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. തെസ്സലോനിക്കർക്കെതിരെ ഒന്നാം ലേഖനം അതിന്റെ 4-ാം അധ്യായം 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് 13 മുതൽ ഉള്ള വാക്യങ്ങളാണ് വായിച്ച് ധ്യാനിക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വേദഭാഗങ്ങളെ കുറിച്ച് കർത്താവിന്റെ പറയുകയും വളരെ ആഴമായി പറഞ്ഞ് നമ്മൾ ഓർമ്മപ്പെടുത്തിയ ഭാഗങ്ങളെ നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കുകയും ചെയ്ത കൃപയ്ക്കായി സ്വീകരിക്കുന്നു. ഞാൻ ആ വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച 2 ഭാഗങ്ങൾ തികച്ചും ദൈവികമായ ആ ബാലൻസിങ് ആയ മെസ്സേജ് ആണ് ഇത് നമുക്ക് നൽകി തരുന്നത്. സഹോദര സ്നേഹത്തിൽ നമ്മൾ വർദ്ധിച്ചു വരികയും അതുപോലെ തന്നെ പരസ്പരം ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതത്തിൽ നമ്മൾ അടിയുറച്ച് എന്താ പറയുക മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമാണ് ദൈവം നമുക്ക് നൽകി തന്നത്. അതിൽ 4-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ അങ്ങനെ ആ ക്വയറ്റ് ലൈഫിനെ കുറിച്ചും മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നുള്ള ആ ഒരു സന്ദേശം വരാനുള്ള കാരണം തീർച്ചയായും അപ്പോസ്തലൻ അതിനൊരു പശ്ചാത്തലമുള്ളതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. ഞാൻ അതിനൊരു 2 തെസ്സലോനിക്കർക്കെതിരെ 2-ാം ലേഖനത്തിനകത്ത് കൃത്യമായി എന്റെ പശ്ചാത്തലം പറയുന്നത് അത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് നമ്മുടെ അടുത്ത വേദഭാഗത്തിലേക്ക് തിരിയും. നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച സെക്കൻഡ് പാർട്ട് അങ്ങനെ എടുത്തവരോട് പറയാൻ കാര്യം ആഴമായ ദൈവ സഹോദര സ്നേഹത്തെ കുറിച്ചും അതിന്റെ പ്രദർശനത്തെ കുറിച്ചും പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് അതിന് ബാലൻസ് ചെയ്യാൻ അങ്ങനെ ഒരു പരകാലത്തിൽ പരസഹായം ചെയ്യുകയും വേണമെന്ന പരകാര്യത്തിൽ ഇടപെടുകയും ചെയ്യുന്ന മെസ്സേജ് അവിടെ കൊടുക്കാൻ ഉള്ളൊരു കാരണം നമ്മൾ കുറച്ചുകൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഞാനത് ഒന്ന് വായിക്കാം. 2 തെസ്സലോനിക്കർക്കെതിരെ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ പശ്ചാത്തലം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ ഓർപ്പിക്കാനും കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. തെസ്സലോനിക്കർക്കെതിരെ 2-ാം ലേഖനം 3-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അതൊന്നു കൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിന് അത്രേ. 10-ാം വാക്യം: വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവർ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. ഈ ഒരു പശ്ചാത്തലം തെസ്സലോനിക്ക സഭയില് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കുന്ന വേദഭാഗമാണ് ഇത്. അപ്പൊ അങ്ങനെ ഒരു നമുക്കറിയാം, ലേഖനങ്ങൾക്ക് എപ്പോഴും അങ്ങനെയുണ്ട്. ലേഖനങ്ങളിൽ കൊടുക്കുന്ന മറുപടികൾ ഒന്നുകിൽ അവരയച്ച കത്തിന്റെ മറുപടി ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ വസ്തുതകൾ അറിഞ്ഞിട്ട് അതിന് തക്കമുള്ള പരിഹാര മാർഗങ്ങളായിരിക്കും നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ ഭാഗത്ത് ആർക്ക് സംശയം ഉണ്ടെന്നല്ല, അഥവാ അങ്ങനെ സംശയം തോന്നിയാൽ തന്നെ അതിന്റെ പിന്നിലെ കാരണമാണ് ഇവിടെ വായിച്ചത്. ഞങ്ങൾ നിങ്ങൾക്ക് മാതൃകയായിരുന്നു, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ഒരു പരാതി കേട്ടു, നിങ്ങൾ ചില ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പൊ പരസഹായം ചെയ്യുവാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ പരകാര്യത്തിൽ ഇടപെടുന്ന അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ക്രമം കെട്ട് നടക്കുന്നവരോട്, അതിനാണ് തുടക്കത്തിൽ തന്നെ 6-ാം വാക്യത്തിൽ പറഞ്ഞത്. ഇത് നമ്മൾ അടുത്ത ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമ്മളിത് വായിക്കുമെങ്കിലും കഴിഞ്ഞ ആ മെസ്സേജിനോട് ഇത് കണക്ട് ചെയ്യണമെന്ന് അത്യാവശ്യം എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിവിടെ വായിക്കുന്നത്. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അടുത്തുകൊള്ളണമെന്നല്ല, അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അപ്പൊ ദൈവിക ഉപദേശം കൈക്കൊള്ളാതെ ഡിസോർഡറായി ജീവിതത്തിൽ എന്താ ക്രമം കെട്ട് നടക്കാന്ന് പറഞ്ഞാൽ ലോക്കൽ കൾച്ചർ ആയിരിക്കും അനുസരിക്കുന്നത്, പക്ഷെ ഇന്ത്യൻ കൾച്ചറല്ല നടക്കുന്നത്. പ്രാദേശികമായി ജീവിക്കുന്ന നാടോടുമ്പോൾ നടുവേ ഓടുന്നത് ദൈവത്തോട് ചോദിച്ചാൽ നാടോടുന്ന നടുവേ ഓടുന്നത് അല്ല
എന്താ ക്രമമുള്ള നടപ്പ്. അപ്പോസ്തലൻ പറയുന്നു ദൈവരാജ്യത്തിന്റെ സംസ്കാരം പഠിപ്പിച്ചിട്ട് ആ സംസ്കാരത്തിൽ ആ ദൈവികമായ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ കഴിയാതെ അത് ദൈവിക ഉപദേശങ്ങളെ തിരസ്കരിച്ച് ജീവിക്കുന്നവരെ കുറിച്ച് അപ്പോസ്തലൻ പറയുകയാണ് ക്രമം കെട്ട് നടക്കുന്നവരോട് നിങ്ങൾ അകന്നു. എന്നിട്ട് എന്താണെന്ന് പറയുകയാണ്. അതിനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ നടുവിൽ ഞങ്ങൾക്ക് അധികാരം ഉണ്ടായിട്ടും അവകാശം ഉണ്ടായിട്ടും ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ പ്രൊവിഷൻസും ഉണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഒരു വേല ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇരുന്ന് നിങ്ങളിൽ ഉള്ളത് പ്രാപിച്ച് ഞങ്ങളുടെ ഉപജീവനം കഴിക്കാൻ ദൈവം അനുവാദം തരുന്നുണ്ട്. അങ്ങനെ അവകാശം ഉണ്ടായിട്ടും ഞങ്ങൾ അങ്ങനെ ചെയ്യാതെ രാപ്പകൽ അധ്വാനിച്ച് എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഭാരമാകരുത്, തന്നെയല്ല നിങ്ങൾക്ക് മാതൃകയുമാണ്. രണ്ടുദ്ദേശമാണ് ഇത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വളരെയധികം അഡോപ്റ്റ് ചെയ്യേണ്ട, നമ്മൾ അനുകരിക്കേണ്ട ഒരു മാതൃകയാണ്. ഭാരമാകുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയും ആകണം. ഒരു ബേർഡനുമല്ല, ദ സെയിം ടൈം നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട്, നമ്മളൊരു മോഡലായിട്ട് മറ്റുള്ളവർ നിൽക്കുവാൻ അപ്പോസ്തലൻ ഒത്തിരി അധ്വാനം, ഒത്തിരി പ്രയാസം സഹിക്കേണ്ടി വന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു വാക്ക് നിങ്ങളോടൊപ്പം ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് ഇരിക്കുമ്പോൾ. 10-ാം വാക്യം ഞാൻ വായിക്കുന്നത്, തെസ്സലോനിക്കർക്ക് 2-ാം ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. എന്ന് ഞങ്ങളോട് ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ബലഹീനരായ വേല ചെയ്യണമെന്നോ, അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകളെല്ലാം ഈ വീട്ടിലിരിക്കേണ്ട എല്ലാവരും പോയി വേല ചെയ്യണമെന്നോ, ഒരു എന്ന് വെച്ചാൽ ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ടോ എല്ലാവരും പുറത്തു പോയി അധ്വാനിക്കണമെന്നോ ആ അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. പക്ഷെ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പൊ പരകാര്യം നോക്കി നടന്നാൽ ആ നടപ്പിന് പറയുന്ന പേരാണ് ക്രമം കെട്ട് നടക്കുക. എന്നാൽ സഹോദര സ്നേഹത്തിൽ സഹായം ചെയ്താലോ അത് കിങ്ഡം കൾച്ചറാണ്, അത് ദൈവരാജ്യ സംസ്കാരമാണ്. എന്നാൽ അതേ ദൈവമക്കൾ സഹോദര സ്നേഹത്തിൽ സഹായം ചെയ്യേണ്ട ദൈവമക്കൾ സഹോദരങ്ങളുടെ കാര്യം അന്വേഷിച്ച്, മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച്, എല്ലാ കാര്യത്തിലും ഇടപെട്ട്, എല്ലാ കാര്യത്തിലും അഭിപ്രായം വന്ന് സ്വന്തമായി അധ്വാനിക്കാതെ വേല ചെയ്യാതെ മാതൃകയാകാതെ നടക്കുമ്പോൾ അതിന് അപ്പോസ്തലൻ കൊടുക്കുന്ന പേരാണ് ക്രമം കെട്ട് നടക്കുക എന്നുകൾ. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത്, അവിടെയാണ് ആ വാക്ക് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ശാന്തതയോടെ ആയിട്ട് നിങ്ങൾ ഇവർക്ക് ഇച്ചിരി ശാന്തതയില്ലാത്ത പെരുമാറ്റം ഉണ്ട്. ആ ഒരു കിങ്ഡം കൾച്ചറിൽ ഉണ്ടാവേണ്ട ആ ക്വയറ്റ് ലൈഫിലേക്ക് ഇവർ വരുന്നില്ല. ഇവരൊരു എന്താ പറയണ്ടേ, വേണ്ടാത്ത കാര്യത്തിൽ ഇടപെട്ട് ബിസി ആവുക. നമ്മൾ വേണ്ട കാര്യങ്ങൾ ഇടപെട്ട് ബിസി ആവുന്നതും വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെട്ട് ബിസി ആവുന്നതും തമ്മിൽ രണ്ടാണ്. അങ്ങനെയുള്ളതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സാവധാനത്തോടെ വരെ അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവ് യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ചു പ്രബോധിപ്പിക്കുന്നു. ഇതാണ് ഈ ഭാഗത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്ത് ചിന്തിച്ചത്? അതെ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ, പ്രദർശിപ്പിക്കുമ്പോൾ തന്നെ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ആ ശാന്തതയോടുള്ള ജീവിതവും എന്താ പറയുക, മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നുള്ള, അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെട്ട് ഒരു ക്രമം കെട്ട ജീവിതത്തിന് അപ്പോസ്തലൻ അനുവദിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുകയാണ്. ആ പ്രബോധനത്തെ കൈക്കൊള്ളാൻ നടക്കുന്നവരോട് അവരെ കുറിച്ച് പറയുകയാണ്, അവർ ക്രമം കെട്ട് നടക്കുന്നവരാ. അങ്ങനെയുള്ളവരോട് അവർ സഹോദരനാണെങ്കിലും സഹോദരനാണെങ്കിലും നിങ്ങൾ അവരോട് അകന്നു കൊള്ളണം. അതാണ് 2-ാമത്തെ ലേഖനത്തിൽ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം ഞാൻ ഇന്നത് ധ്യാനിച്ചപ്പോൾ ആ ഭാഗം എന്റെ കണ്ണിൽ അത് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു. ഇത് കഴിഞ്ഞ ആഴ്ച ഇത് കാണാതെ തന്നെ ഞാൻ അത് പറഞ്ഞിരുന്നു. അതെ, ഇങ്ങനെ ഇതാണ് അതിന്റെ അർത്ഥമെന്ന് വ്യക്തമാക്കി തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഇതേ ലേഖനങ്ങളിൽ തന്നെ ഇത്ര ക്ലിയർ ആയിട്ട് എവിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാനത് ഇന്ന് ഈ പ്രാരംഭ സമയത്ത് അത് വായിച്ച് കേൾപ്പിച്ചത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് ഒരു ക്രിസ്ത്യൻ ലൈഫിന്റെ ഒരു മനോഹാരിത അതാണ്. അത് കിങ്ഡം കൾച്ചറിന്റെ ഒരു ബ്യൂട്ടി തന്നെ അതാണ്. അതൊരു ഇംബാലൻസ്ഡ് ലൈഫ് അല്ല. ഒരു കാര്യത്തെക്കുറിച്ച് വാദവരാതെ പറയുക, മറ്റൊരു കാര്യം അവഗണിക്കുക, വേറൊരു കാര്യത്തെക്കുറിച്ച് ഒരു കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുക, വേറൊരു കാര്യത്തിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക. എനിക്കിഷ്ടമുള്ള എൻ്റെ ഒരു വിഷൻ ഇതാണ്, എൻ്റെ ഒരു കോൺസെപ്റ്റ് ഇതാണ്, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതാണ്. ഈ എൻ്റെ ഒന്നും ദൈവരാജ്യ കൾച്ചറിൽ ഇല്ല. എല്ലാം ക്രിസ്തുവിന്റെയാണ്. നമ്മൾ പറയത്തില്ലേ, ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് അബൌട്ട് ആസ്, ഇറ്റ്സ് അബൌട്ട് ക്രൈസ്റ്റ് എന്ന് പറയും.
ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ പറ്റിയുള്ള ഞാൻ എന്നുള്ള ഒരു കേന്ദ്രബിന്ദുവിനല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തുവാണ് ഇവിടുത്തെ കേന്ദ്രബിന്ദു, ക്രിസ്തുവാണ് ഇവിടുത്തെ ലക്ഷ്യം, ക്രിസ്തുവാണ് ഇവിടുത്തെ ഉറവ, ക്രിസ്തുവാണ് ഇവിടുത്തെ പ്രൊവൈഡർ, ക്രിസ്തുവാണ് ഇവിടെ എല്ലാം. സകലവും അവനാലും അവങ്കിലേക്കും അവൻ മുഖാന്തരവും ആകുന്നതും. ഒരാൾ ക്രിസ്ത്യൻ ലൈഫാണ് നയിക്കുന്നതെങ്കിൽ അവരറിഞ്ഞിരിക്കണം, ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് അബൌട്ട് മീ. ഞാനല്ല ഏത് വിഷയത്തിലും, ഞാനല്ല ഫോക്കസ്, ഞാനല്ല കേന്ദ്രബിന്ദു, എന്നെ ചുറ്റിപ്പറ്റി അല്ല ക്രിസ്ത്യ ജീവിതം. ക്രിസ്തുവിൽ അധിഷ്ഠിതമാണ് ക്രിസ്ത്യ ജീവിതം. ക്രിസ്തുവാണ് തീരുമാനിക്കുന്നത് നമ്മളെ എങ്ങനെ നടത്തണം, സഭയെ എങ്ങനെ പരിപാലിക്കണം, സഭയ്ക്ക് എന്ത് സമയാസമയങ്ങൾ കൊടുക്കണം, എങ്ങനെയാണ്. അതേ ശിരസ്സാണ് തീരുമാനിക്കുന്നത്, അതേ ശരീരത്തെ എങ്ങനെ പോറ്റി പുലർത്തണമെന്ന്. അല്ലാതെ ശരീരമല്ല ഇവിടെ നിയന്ത്രിക്കുന്നത്, അവയവങ്ങളല്ല ഇവിടുത്തെ എന്താ പറയണ്ടേ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ചിന്താഗതിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വചന വെളിച്ചത്തിലേക്ക് നമ്മളുടെ ലൈഫ് വരുമ്പോഴാണ്, ജീവിതം വരുമ്പോഴാണ് ക്രിസ്ത്യൻ ലൈഫിന്റെ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. അതിന്റെ ആ ക്രിസ്ത്യ ജീവിതത്തിന്റെ സംതൃപ്തി അനുഭവിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാനാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു, എന്നെ വീണ്ടെടുത്തു, എന്നെ വിളിച്ചു, ഇനി എനിക്കായി ക്രിസ്തു, എന്റെ ആവശ്യങ്ങൾക്കായി ദൈവം, എന്റെ പ്രാർത്ഥന കേൾക്കാൻ ഒരു ദൈവം, എന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഒരു ദൈവം, ഞാൻ പറയുന്നത് ചെയ്യാൻ ഒരു ദൈവമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ വാസ്തവമായിട്ട് എങ്ങോട്ട് തിരിയുകയാണ്? ഞാൻ ക്രിസ്തീയ ജീവിതത്തിലേക്കല്ല തിരിയുന്നത്. പിന്നെയോ ഞാൻ എന്ന വ്യക്തിയെ തന്നെ ദൈവമാക്കിക്കൊണ്ട് ഞാൻ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഞാനാണ് പ്രയോറിറ്റി. അതൊരിക്കലും ദൈവം അംഗീകരിക്കുന്ന ജീവിതമല്ല, അത് ദൈവരാജ്യ സംസ്കാരവുമല്ല. കിങ്ഡം കൾച്ചർ എന്ന് പറയുന്നത് അവിടുത്തെ കേന്ദ്രബിന്ദു ക്രിസ്തുവായിരിക്കും. ക്രിസ്തുവായിരിക്കും കർത്താവ്, ക്രിസ്തുവിന്റെ തീരുമാനമായിരിക്കും അന്തിമ തീരുമാനം. അങ്ങനെ നയിക്കപ്പെടാൻ എന്താവശ്യമാണ് സഭയ്ക്ക്? സഭയ്ക്ക് എന്താവശ്യമാണ്? സഭയ്ക്ക് ശിരസിൽ നിന്ന് ഉള്ള പ്രബോധനം ആവശ്യമാണ്, ശിരസിൽ നിന്നുള്ള ചൈതന്യം ആവശ്യമാണ്. ശിരസിൽ നിന്ന് എന്ത് ചെയ്യണം? അത് നാഡീ ഞരമ്പുകളെ രക്തയോട്ടം ലഭിക്കുന്ന പോലെ അത് ശിരസിൽ നിന്ന് അവയവങ്ങളിലേക്ക് ഈ ദൈവിക ജ്ഞാനം, പരിജ്ഞാനം, വിവേകം, എല്ലാ വികാരങ്ങൾ അങ്ങനെ എന്താ പറയണ്ടേ ഹോൾസെയിലായിട്ട് നമ്മളിലുണ്ട്. നമ്മൾ വേണേ ഇച്ചിരി കൊടുക്കാത്ത വികാരങ്ങൾ ഇങ്ങനെ തിരന്തള്ളുകയാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് എപ്പോഴും ലാക്കിംഗ് ആയിട്ടുള്ളത്, നമുക്ക് എപ്പോഴും കുറവായിട്ടുള്ളത് വിവേകമാണ്. അഭിപ്രായങ്ങളുടെ ഒരു വലിയ എന്താ പറയണ്ടേ ഒരു വലിയ എന്താണ് നമ്മൾ തുറന്നങ്ങോട്ട് വിട്ടാൽ, ഒരു അവസരം തന്നാൽ നമ്മൾ അഭിപ്രായം കൊണ്ട് ആൾക്കാരെ മൂടിക്കളയും. അനുഭവം പിന്നെ പറയുകയും വേണ്ട. അഭിപ്രായങ്ങളും അനുഭവങ്ങളും വികാരം കൊണ്ടും ഒക്കെ നിറഞ്ഞ ഈ അവയവങ്ങളായ നമ്മളെ കർത്താവ് എന്ത് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നറിയോ? വിവേകം കൊണ്ടും ജ്ഞാനം കൊണ്ടും പരിജ്ഞാനം കൊണ്ടും ക്രിസ്തുവിൽ നിന്ന് ഒഴുകി വരുന്ന ആ ദൈവികമായ നിറവ്, ആ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ഗൂഢമായ ആ മർമ്മങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് സഭയെ അങ്ങ് ശക്തീകരിക്കും. സഭയെ എന്താ പറയണ്ടേ ശരിക്കും പറഞ്ഞാൽ എംപവർ ചെയ്യും. ആ എംപവർമെന്റ് ആണ് ഈ അവയവങ്ങൾക്ക് ആവശ്യം. നമുക്കറിയാമല്ലോ, നമ്മള് വികാര ജീവികളാ. പക്ഷെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ അവയവങ്ങൾ എങ്ങനെയാ? രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്കറിയാം എന്തൊക്കെയാന്ന് പറഞ്ഞാലും നമ്മുടെ കൈയും കാലും ചലിക്കണമെങ്കിൽ, നമുക്ക് തലവേദന ഉണ്ടാകാതിരിക്കണമെങ്കിൽ, നമുക്ക് നന്നായി എന്താ പറയണ്ടേ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമുക്കറിയാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളവും ആഹാരവും നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണ് നമ്മുടെ ശരീരം ബലപ്പെട്ട് ജീവിക്കുന്നതെങ്കിൽ ക്രിസ്തുവിന് നന്നായിട്ട് അറിയാം. അതെ, കണ്ണുനീര് കൊണ്ട് മാത്രം നമുക്ക് ക്രിസ്തീയ ജീവൻ നയിക്കാൻ പറ്റത്തില്ല. കണ്ണുനീര് ആവശ്യമാണ്. പ്രാർത്ഥനയിൽ കണ്ണുനീര് അതെ അത്ര ഒഴുകാൻ പറ്റുന്നു, അത്ര അനുഗ്രഹമാണ്. പക്ഷെ ആ കണ്ണുനീര് മുഴുവനും നമ്മുടെ വികാരങ്ങളുടെ ഒരു പ്രകടനമാക്കി ദൈവത്തെ നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കാനുള്ള കണ്ണുനീരല്ല. പിന്നെ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുന്നതെന്നറിയാമോ? അപ്പാ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറണേ എന്നുള്ള ആ മനസ്സോടുകൂടെ വേണം നമ്മൾ കരയാനും പ്രാർത്ഥിക്കാനും. അപ്പോൾ നമ്മളിലേക്ക് എന്ത് നിറയും? ദൈവത്തിന്റെ ഹിതത്തിന്റെ വെളിപ്പാടുകൾ, വിവേകം, ജ്ഞാനം. ക്രിസ്തീയ ജീവിതത്തിൽ ആരാണ് ഹീറോ? ക്രിസ്ത്യൻ ലൈഫിന്റെ ഹീറോ ആരാണ്? അത് ക്രൈസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ സ്ഥാനം നമുക്ക് മനസ്സിലാവും. ക്രിസ്തുവിന്റെ സ്ഥാനം മനസ്സിലാക്കുമ്പോൾ നമുക്ക് സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയും.
നാം നിയന്ത്രിക്കുന്ന അനുഭവത്തിൽ നിന്ന് നമ്മെ നിയന്ത്രിക്കുന്ന അനുഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ നമുക്കൊരു സമർപ്പണ മനോഭാവം ഉണ്ടാകും. ആ ഈൽഡിങ് ക്യാരക്ടർ നമ്മളിൽ ഉളവാകും. നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. കർത്താവേ, അപ്പാ, അങ്ങയുടെ കൃപ തരണയപ്പാ, അങ്ങയുടെ ജ്ഞാനം പകരണയപ്പാ, വികാരങ്ങളിലേക്ക് എന്നെ വിട്ടുകളയല്ലേ, എന്റെ ഇഷ്ടങ്ങളിലേക്ക് എന്നെ വിട്ടുകളയല്ലേ, അഭിപ്രായങ്ങൾ അതെ ഹൃദയത്തിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയാൻ അനുവദിക്കരുത്, ഹൃദയത്തിൽ തോന്നുന്ന പോലെ വിധിക്കാൻ അനുവദിക്കരുത്. മറിച്ച് എന്റെ അഭിപ്രായങ്ങളെ അങ്ങ് താഴ്ത്തി അമർത്തി, എന്റെ വികാരങ്ങളെ അങ്ങ് താഴ്ത്തി അമർത്തി, അങ്ങയുടെ വിവേകം കൊണ്ട്, അങ്ങയുടെ ജ്ഞാനം കൊണ്ട്, അങ്ങയുടെ മനസ്സലിവ് കൊണ്ട്, കരുണ കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന് അവയവങ്ങൾക്ക് കണ്ണുനീരോടെ അപേക്ഷിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം മനോഹരമായി തീരുന്നത്, ബാലൻസ്ഡ് ആയി തീരുന്നത്, അതിന്റെ ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റുന്നത്, അതിന്റെ എന്താ പറയണ്ടേ, അതിനെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എല്ലാ കാലത്തും നമ്മൾ പരാതിയും പരിഭവമുള്ളൊരു ഗ്രംബ്ലേഴ്സും മർമേഴ്സും ആയിരിക്കും. എപ്പോഴും പിറുപിറുക്കുന്ന ഒരു പരാതി പറഞ്ഞ കംപ്ലൈന്റ് ചെയ്യുന്ന ഇസ്രായേൽ മക്കളെ പോലെ നമ്മളായിത്തീരും. കാരണം എന്നറിയോ, അവർക്ക് എപ്പോഴും കേന്ദ്രബിന്ദു അവരും അവരുടെ ഫാമിലിയായിരുന്നു. അവരുടെ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ഞാനും എന്റെ കുടുംബം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യവും. പക്ഷെ അവരുടെ ലൈഫ് എവിടെ ചെന്ന് അവസാനിച്ചു എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവൻ നയിക്കുന്ന ഒരു വലിയ ഭൂരിപക്ഷത്തിന്റെ നടുവിലാണ് നമ്മളും ക്രിസ്തീയ ജീവൻ നയിക്കുന്നത്. നമ്മളെയും ആ ചിന്താഗതികളെയൊക്കെ മാറ്റി കർത്താവ് എന്ത് ചെയ്തു? നമുക്കൊരു കാര്യം മനസ്സിലായി, ക്രിസ്തുവാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു. ക്രൈസ്റ്റ് ആണ് ഹീറോ, ക്രൈസ്റ്റ് ആണ് അതെ ആ വിശ്വാസ നായകൻ. ആ നായകനിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങൾ ചുവടുകൾ വെക്കുമ്പോൾ തന്റെ അവയവങ്ങൾക്ക് ആവശ്യമായ ചൈതന്യവും ബലവും ജീവിതത്തെ നേരിടാൻ ആവശ്യമായ സമാധാനവും പ്രത്യാശയും ഉറപ്പും ധൈര്യവും ദൈവം നമുക്ക് നൽകിത്തരും. അതുകൊണ്ട് പശ്ചാത്തലങ്ങൾ ഉണ്ട്. അപ്പോസ്തലൻ ഒരു ഉപദേശം പറയുമ്പോൾ, ഒരു തിരുത്തൽ പറയുമ്പോൾ അവിടെ ചില വിഷയങ്ങൾ ഉണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇടർച്ചയും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അതിനെ വിവേകത്തോടെ ശ്രദ്ധിക്കുക ദൈവമക്കളെ. വികാരത്തോടെ അല്ല ദൈവവചനത്തെ കൈക്കൊള്ളേണ്ടത്, വിവേകത്തോടെ, വിസ്തത്തോടുകൂടെ, ആ ദൈവിക പരിജ്ഞാനത്തോടെ നമ്മൾ വചനത്തെ കൈക്കൊള്ളുമ്പോൾ നമുക്കതിനെ വേണ്ടുവണ്ണം ഡിസേൺ ചെയ്ത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. നമ്മൾ തെറ്റായി വചനത്തെ സ്വീകരിക്കത്തില്ല, തെറ്റായി കൈക്കൊള്ളത്തില്ല. ആ ഡിസേൺമെന്റ് നമുക്ക് ആവശ്യമാണ്. അത് ക്രിസ്തുവിൽ നിന്നാണ് അവയവങ്ങൾക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, ഈ സഭയെ കുറിച്ചൊക്കെ പറയുമ്പോഴേ ഞാൻ ഇങ്ങനെ ദൈവനെ ചിന്തിച്ചപ്പം ഒരു കർത്തദാസൻ ഇങ്ങനെ പറയുകയാണ്, അത് ഇവിടെയുള്ള എല്ലാ വിദേശത്തുള്ള, അപ്പൊ അദ്ദേഹം പറയാം, ഈ ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങളുടെ ചർച്ച ഏതാ? ഇത് ഞങ്ങൾ IPC എടുത്ത കൺവെൻഷൻ. എത്ര പേരുണ്ട്? എപ്പോഴും ആദ്യം നമ്മളോട് ചോദിക്കുന്നത് എത്ര പേരുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ സഭയ്ക്കകത്ത് കുടുംബം ചോദിക്കാനേ പാടില്ല, സഭയ്ക്കകത്ത് അവയവങ്ങളാ. നമ്മളാരും കുടുംബമായിട്ടൊന്നും വന്നിട്ടുണ്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് കുടുംബമായിട്ട് വന്നെങ്കിൽ ദൈവത്തിന്റെ ദയ, കുടുംബമായിട്ട് വന്നില്ലല്ലോ അതിനകത്ത് ഒരു വ്യക്തികളെ അവയവങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്. രക്ഷിക്കപ്പെടുന്ന കുടുംബത്തെ കൂട്ടിച്ചേർന്നല്ല, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട്. അപ്പൊ ഞാനിത് പറയാൻ കഴിയും. അപ്പം പെട്ടെന്ന് നമ്മള് ഈ എത്ര പേരുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്, ഒരാൾ പോലും ചോദിക്കത്തില്ല, ചോദിക്കാൻ സാധ്യതയില്ല. നിങ്ങളുടെ സഭയില് എത്രത്തോളം ദൈവത്തിൽ പക്വതയുള്ളവരുണ്ട്? എല്ലാം ചോദിക്കുന്നത് എത്ര പേരുണ്ട്. കോമൺ ക്വസ്റ്റ്യൻ എന്തോ, ഹൗ ബിഗ് ഈസ് യുവർ ചർച്ച്? നിങ്ങളുടെ സഭ എത്ര, നിങ്ങൾക്ക് ആലയം ഉണ്ടോ നിങ്ങൾക്ക്? അപ്പം ലോകത്തിന്റെ ഒരു തത്വത്തിലാണ് ഈ ദൈവമക്കൾ എന്ന് പറയുന്നവർ പോലും അന്വേഷിക്കുന്നത് എത്ര പേരുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്. അപ്പൊ ന്യൂമറിക്കൽ സൈസിലാണ്, നമ്പേഴ്സിലാണ് ലോകം എപ്പോഴും അത് തന്നെയാണ് പലപ്പോഴും പലരുടെയും ചോദ്യം. ആരും ചോദിക്കത്തില്ല നിങ്ങളുടെ സഭ എങ്ങനെയാണ് സ്ഥാപിതമായത്, നിങ്ങളുടെ അവിടെ പ്രസംഗിക്കുന്ന വചനം സത്യസുവിശേഷത്തിലാണോ നിങ്ങളുടെ സഭ സ്ഥാപിതമായത്? ശരിക്കും സഭാവിശ്വാസികളുടെ ദൈവസഭ എങ്ങനെ പോകുന്നു, വിശ്വാസികളുടെ ആ കോണ്ടാക്ട് എങ്ങനെയുണ്ട്, അവരുടെ ക്യാരക്ടർ എങ്ങനെയുണ്ട്, ക്രിസ്തുവിന് അനുരൂപപ്പെടുന്നവർ എത്ര പേരുണ്ട് നിങ്ങളുടെ സഭയിൽ? ആരും ചോദിക്കത്തില്ല. അതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. എത്ര കുടുംബമുണ്ട്? നമ്മളും അത് കേൾക്കുമ്പം ദൈവമേ, മനുഷ്യമായി നമുക്ക് ന്യൂമറിക്കൽ സൈസിലൊരു, അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അദ്ദേഹം പറയുകയാണെ, പുതിയ നിയമം വായിച്ചു നോക്കുമ്പോൾ അല്ലെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുന്നതിനെ കുറിച്ചോ, സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ചോ, ട്രൂ പ്രീച്ചിങ്ങിനെ കുറിച്ചോ, സത്യവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട സഭയാണെന്നോ ഒന്നുമല്ല തിരക്കുന്നത്. എത്ര പേരുണ്ട്, എത്ര വലുതാണ് ചർച്ച, എത്ര വലുതാണ്, എത്ര പേർക്ക് അവള് ഇരിക്കാൻ പറ്റും? ഇതാണ്
പൊതുവായ ചോദ്യം. അപ്പൊ ട്രൂ ചർച്ചിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പലപ്പോഴും ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർക്കുമില്ല. പക്ഷെ നമുക്കുണ്ടായിരിക്കണം. എന്നറിയോ, അപ്പോസ്തലന്മാർ ലേഖനം എടുത്ത് വായിച്ചു നോക്കിയേ, പുതിയ നിയമത്തിൽ ഒരിടത്തും നമ്പേഴ്സിൽ കുറവായിരുന്നു ഒരു സഭയെ ശാസിച്ചിട്ടില്ല. അയ്യോ എന്തുവാ കൊരിന്ത്യ സഭ ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് ഇത്രയും പേരേ ഉള്ളോ, ഗലാത്യ ഒരിക്കൽ പോലും ന്യൂമറിക്കൽ സൈസിൽ അപ്പോസ്റ്റൽസ് നെവർ കണ്ടംഡ് എനി കോൺഗ്രിഗേഷൻ ഫോർ നോട്ട് ഗ്രോയിങ് ഇൻ ന്യൂമറിക്കൽ സൈസ്. സംഖ്യാബലത്തിൽ വളരാത്തതിൽ പുതിയ നിയമത്തോടെ ലേഖനത്തിൽ ഒരിടത്തും നമുക്കൊരു ശാസന കാണാൻ പറ്റത്തില്ല, ഒരു പ്രബോധനം കാണാൻ. പക്ഷേ അവരെപ്പോഴും എന്തിലാണെന്നറിയാവോ, സ്വഭാവത്തിലും ആത്മീയതയിലും വളരാൻ വേണ്ടിയുള്ള പ്രബോധനമാണ് സഭയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അംഗബലത്തിൽ, അതിന്റെ അർത്ഥം അംഗബലം വേണ്ടെന്നല്ല, ദൈവാത്മാക്കളെ. പക്ഷെ യേശുവിന്റെ കോൺസെൻട്രേഷൻ അവിടെ ആയിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അപ്പോസ്തലന്മാരും അങ്ങനെ തന്നെയായിരുന്നു. അവർ ഒരു സഭയെയും ന്യൂമറിക്കൽ സൈസിൽ വളരാത്ത കൊണ്ട് ഗ്രോത്ത് ഇല്ല എന്ന് പറഞ്ഞ് ഒരിടത്തും ഒരു ശാസനയോ പ്രബോധനങ്ങളോ ഇല്ല. മറിച്ച് എല്ലായിടത്തും അവരുടെ പ്രബോധനങ്ങൾ എന്തിനെന്ന് ചോദിച്ചാൽ, സത്യശുദ്ധ പാതയിൽ നടക്കുന്ന ദൈവഭക്തന്മാരെ, ക്രിസ്തുവിന് അനുഭവപ്പെടുന്നവരെ വാർത്തെടുക്കാനുള്ള പ്രബോധനങ്ങളും ആത്മീക വളർച്ചയെ കുറിച്ചുള്ള ആഴമായ ആത്മഭാരത്തോടെയാണ് അവർ സഭയ്ക്ക് കത്തെഴുതിയത്. നിങ്ങളുടെ സഭയിൽ ദുരുപദേശങ്ങൾ കടക്കാതെ സൂക്ഷിക്കുന്നുണ്ടോ? ആരും ചോദിക്കാറില്ല. അപ്പൊ ദൈവമക്കളായ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണെന്നറിയോ, the true church is the one that resembles the church described in the New Testament. പുതിയ നിയമത്തിൽ വിശദീകരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന സഭയാണ് യഥാർത്ഥ സഭ. സഭയുടെ പ്രത്യേകതകളെല്ലാം പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ, ലേഖനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഹൗ ബിഗ് ഈസ് യുവർ ചർച്ച് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ആരും അതിനല്ല പ്രാധാന്യം കൊടുക്കണ്ടേ. പിന്നെയോ, ഹൗ സ്പിരിച്വൽ ഈസ് യുവർ ചർച്ച്, ഹൗ ഗ്രോത്ത് യു ഹാവ്, നിങ്ങൾക്ക് എത്ര വളർച്ചയുണ്ട്, എന്ത് മെസ്സേജാണ് നിങ്ങളുടെ സഭയിൽ പ്രസംഗിക്കപ്പെടുന്നത്? നിങ്ങളുടെ സഭ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന സത്യസുവിശേഷത്തിലാണോ? സഭയിലെ വിശ്വാസികളുടെ പ്യൂരിഫൈ കോണ്ടാക്ട് അവർക്കുണ്ടോ? അവർ ദിനംതോറും ശുദ്ധീകരിക്കപ്പെടുവാൻ, തിരുത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണോ? ഇതൊക്കെയാണ് സഭയെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട കാര്യം. അതെ, പരിജ്ഞാനത്തിൽ വളരുന്ന സഭയാണോ, ജ്ഞാനത്തിൽ വളരുന്ന സഭയാണോ, സ്പിരിച്വലി ഗ്രോ ചെയ്യുന്ന സഭയാണോ? ഇതൊന്നും ആരും അന്വേഷിക്കാറേ. പക്ഷെ അപ്പോസ്തലന്മാർ ഒരിക്കൽ പോലും ചർച്ചിനെ ന്യൂമറിക്കൽ സൈസിലല്ല കണ്ടത്. പിന്നെയോ വ്യക്തിപരമായി ക്രിസ്തുവിനോട് അനുഭവപ്പെട്ട് പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളെ വാർത്തെടുക്കാനാണ് അവർ പ്രബോധിപ്പിച്ചത്. നമ്മുടെയും ദൈവസഭ അങ്ങനെ ആയിരിക്കുന്നു ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ന്യൂമറിക്കൽ സൈസിൽ വർദ്ധിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരൊന്നും അല്ല ഇതിനർത്ഥം. നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾക്കാൾ വലുതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ സഭ എങ്ങനെ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അതുപോലെ വളരുവാൻ നമുക്ക് നമ്മളാവോളം ഏൽപ്പിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം അതെ 1 തെസ്സലോനിക്കർ 4:13 മുതലുള്ള വാക്യങ്ങളാണ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ ഇരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പേ ആകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു. ഇങ്ങനൊരു ചോദ്യം, ഇങ്ങനൊരു കാര്യം പറയാൻ ഉള്ള പശ്ചാത്തലമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ അപ്പോസ്തലൻ എടുത്തു കാട്ടുന്നത് ഹോപ്പ് ഓഫ് ദ റിസറക്ഷൻ, പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ സഭയ്ക്ക് കൊടുക്കുകയാണ്. അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായി. അവിടുത്തെ പ്രശ്നം എന്നു ചോദിച്ചാൽ, കർത്താവായ യേശു അവരുടെ ജീവകാലത്ത് തന്നെ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു, വിശ്വസിച്ചു, ആകാംക്ഷയോടെ കാത്തിരുന്നു. ഒരു ക്രിസ്ത്യാനി പോലും മരിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് വിശ്വാസികൾ അങ്ങനെ പോയി വേഗം വരും, മടങ്ങി വന്ന് നിങ്ങളെ ചേർക്കും. അപ്പൊ ആ കർത്താവിനെ
രണ്ടാമത്തെ വരവിനെ കുറിച്ച് ആ ഫസ്റ്റ് ജനറേഷൻ ചർച്ചിൽ എന്തായിരുന്നു? അവർ എക്സ്പെക്ടഡ് ജീസസ് ടു റിട്ടേൺ ഇൻ ദെയർ ലൈഫ് ടൈം. അവരുടെ ജീവകാലത്ത് തന്നെ യേശു മടങ്ങി വരും എന്ന് പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ഇടയിൽ പലരും മരിക്കാൻ ആത്മാവ് വേർപെട്ട് ദൈവം അവരെ മടക്കി വിളിക്കുന്നു. ഇതിന്റെ മുമ്പിൽ അവർ ആകെ സ്തബ്ധരായി, അവർ ആകെ ആശങ്കാകുലരായി, അവർക്ക് സംശയമുളവായി. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നമ്മൾ പെട്ടെന്ന് കർത്താവ് വന്ന് നമ്മളെ ചേർക്കുമെന്നാണല്ലോ. അപ്പൊ മരിച്ചു പോയാൽ, നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി കഴിഞ്ഞാൽ, നിദ്ര കൊണ്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ എന്താണ് അവരെ കുറിച്ചുള്ള പ്രത്യാശ? ഒരു പ്രോബ്ലം അവിടെ അറൈസ് ആയി. A Christian dying was a new problem. അവരുടെ ഇടയിൽ ഒരു ക്രിസ്ത്യാനി മരിക്കുന്നത്, അവരുടെ ഇടയിൽ ഒരു വിശ്വാസി വേർപെട്ട ഒരു ദൈവദൂതൻ മരിക്കുന്നത് ഒരു പുതിയ പ്രശ്നമാണ്. അതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണ ഇല്ല. അവർക്ക് ലാക്ക് ഓഫ് നോളജ് ഉണ്ട്. റിസറക്ഷനെ കുറിച്ചും അതിന്റെ കാലങ്ങളെ കുറിച്ചും, അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ള. കാരണം നമുക്കറിയാലോ, അപ്പോസ്തലൻ ആദ്യ സമയത്ത് അവർ അവിടെ ചെല്ലുമ്പോൾ അവർ ചുരുങ്ങിയ സമയമാണ്, ലെസ് ദാൻ 1 month ആണ് അവരവിടെ ചെലവഴിച്ചത്. അപ്പൊ എല്ലാം അവരെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ധാരാളമായി പറഞ്ഞു കൊടുക്കാനും കഴിഞ്ഞു. എന്നാൽ അതേ സമയത്ത് തന്നെ ചില കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അജ്ഞത ഉണ്ടായി. അതുകൊണ്ടാണ് ഈ 13 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ പരാമർശിക്കാൻ കാര്യമെന്ന്. മുകളിൽ ഞാൻ പറഞ്ഞല്ലോ 10 തൊട്ട് 12 വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണെന്നും അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടെന്നും, അതുപോലെ തന്നെ ഈ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള അവരുടെ പ്രത്യാശയും അതേ സമയത്ത് തന്നെ ചിലർ മരണം വഴിയായി മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ അവർക്കുണ്ടായ മാനസിക തകർച്ചയും അതൊരു വലിയ പ്രശ്നമായി അവരുടെ ഇടയിൽ അത് എഴുന്നേറ്റു. അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ല. ഈ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ ഒരു ധാരണ കൊടുത്ത് വചനത്തിൽ അവരെ ഉറപ്പിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് ഈ ഭാഗം എഴുതുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യർ മരണമടഞ്ഞ വിശ്വാസികളെ കുറിച്ച് അജ്ഞരായിരിക്കാൻ വ്യസനിക്കുന്നു. നിങ്ങൾ അങ്ങനെ ആകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം ഈ മരണത്തെക്കുറിച്ച്, മരണത്തിനപ്പുറത്തെക്കുറിച്ചുള്ള പ്രത്യാശ ജാതികളെ സംബന്ധിച്ച് they have no hope. അവർക്ക് ജാതികളായവരിൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ കർത്താവിന് വേണ്ടി വേർപെടാത്തവരെ സംബന്ധിച്ച്, ലോക മനുഷ്യരെ സംബന്ധിച്ച് മരണത്തിനപ്പുറം അവർക്കൊരു പ്രത്യാശയില്ല. ഒന്നെങ്കിൽ അവരതിനെ ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ ഡിനൈ ചെയ്യും, അല്ലെങ്കിൽ അവരതിനെ ഭയപ്പെടും. ഇതാണ് ലോകത്തിന്റെ മുമ്പിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്താഗതി. ഒന്നുകിൽ അവരെന്ത് ചെയ്യും? നമ്മള് ആ മരണത്തെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്, യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവരത് റിഫ്യൂസ് ചെയ്യും. അവർക്ക് ഡിസ്കസ് ചെയ്യാൻ പോലും താല്പര്യമില്ല. അല്ലെങ്കിൽ അവരിങ്ങനെ ചിന്തിക്കും, എനിക്കങ്ങനെ സംഭവിക്കട്ടെ, മരണം എന്നുള്ളത് യാഥാർത്ഥ്യമെന്ന് അറിയാമെങ്കിലും ഞാനിപ്പോഴൊന്നും മരിക്കത്തില്ല, മറ്റുള്ളവർ മരിക്കും, എന്നിലേക്ക് അതൊന്നും ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരു ഓപ്പൺ ഡിസ്കഷനോ അതിനോട് ബന്ധപ്പെട്ട മരണത്തിനപ്പുറമായ ഒരു ജീവിതത്തെ കുറിച്ചോ മരണത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചോ കേൾക്കാൻ പോലും ഒരു താല്പര്യം ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ചിലരുണ്ട്, അവരതിനെ എങ്ങനെ ഡിനേ ചെയ്യുമെന്ന് അറിയാമോ? അവർ ചിന്തിക്കും, അതെ എന്തുകൊണ്ട് പുനർജനനത്തിലൂടെ ഇങ്ങനായി തീരും, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നവരിലൂടെ ജീവിക്കും, എല്ലാം വേറൊരു രീതിയിൽ ഇതിനെ കണ്ടിന്യൂ ചെയ്യുന്നവര് ചിന്തിക്കുന്നു. വേറൊരു കൂട്ടരുണ്ട്, ലോകപ്രകാരം ഭയത്തോടെയാണ് അവർ മരണത്തെ കാണുന്നത്. അവർക്കും അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഡീൽ ചെയ്യാനോ അവർക്ക് താല്പര്യമില്ല. നോ ഹോപ്പ് ബിയോണ്ട് ദ ഗ്രേവ്. അതായത് കുഴിമാടത്തിനപ്പുറമായി, കല്ലറയ്ക്കപ്പുറമായി അവർക്ക് യാതൊരു പ്രത്യാശയും. ഇതുകൊണ്ടാണ് പറയുന്നത്, സഹോദരങ്ങളെ, പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യർ മരണമടഞ്ഞ വിശ്വാസികളെ കുറിച്ച് അജ്ഞരായിരിക്കാൻ വ്യസനിക്കുന്നു. അതായത് സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നതിനെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താണ് മറ്റുള്ളവരെ പോലെ എന്നുള്ളതിനാണ് ഞാൻ ഈ എക്സ്പ്ലനേഷൻ തന്നത്.
മറ്റുള്ളവരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു വിധത്തിലും ഒരു ഹോപ്പില്ല. എല്ലാം അവസാനിക്കുന്നു. ഒന്നുകിൽ അതിനെ മറക്കാൻ ശ്രമിക്കുന്നു, അതിനെ റിഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനെ ഇഗ്നോർ ചെയ്യുന്നു, ഡിനൈ ചെയ്യുന്നു, ഭയപ്പെടുന്നു. ഇങ്ങനെ ഒരു സമൂഹത്തിലാണ് നിങ്ങളും വസിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രത്യാശ അത് നമ്മുടെ ശവക്കുഴി കൊണ്ട് തീരുന്നതല്ല. നമ്മുടെ പ്രത്യാശ പിന്നെയോ, നമ്മുടെ പ്രത്യാശ എവിടെയാണ് അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതെന്ന് സഭയെ ഓർപ്പിച്ചുണർത്തുക. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ. അപ്പൊ ദുഃഖിക്കുവാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വേർപെടുമ്പോൾ ആഴമായ ദുഃഖം നമുക്കുണ്ട്. പക്ഷെ ആ ദുഃഖം ഏതുപോലെ ആകരുത്? പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ദുഃഖിക്കുന്ന പോലെയുള്ള ദുഃഖം ദൈവമക്കൾക്കുണ്ടാകാൻ പാടില്ല. ഇത് അവരെ ഓർപ്പിച്ചുണർത്തുകയാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന്. അവർ വിചാരിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ക്രിസ്തുവിനോട് ചേർന്നു, സഭ വേഗത്തിൽ തന്നെ കർത്താവ് വന്ന് സഭയെ ഞങ്ങളുടെ ഇടയിൽ മരണങ്ങൾ സംഭവിക്കും എന്നുള്ളത് അവർക്കറിയില്ല. സംഭവിച്ചപ്പോൾ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒരു ഒരു സംശയ നിവാരണം നടത്തേണ്ടത്, ഹൃദയങ്ങളെ ഉറപ്പിക്കേണ്ടതെന്ന് അറിയാതെ ഹൃദയം കലങ്ങിപ്പോയപ്പോൾ അപ്പോസ്തലൻ അതേ തിമോഥെയോസിനെ കത്തെഴുതി അയക്കുകയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച്. എന്നിട്ട് അവിടെ പറയുന്ന അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശു മരണമടയുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അപ്പൊ ഇവിടെ ഒരു വാക്ക് വന്നു, നിദ്ര കൊണ്ടവർ. ആ സ്ലീപ്പ് എന്ന വാക്ക് ഇവിടെ വന്നു. എന്ന് വെച്ചാൽ പീസ്ഫുൾ റെസ്റ്റ്, എ ടെമ്പററി റെസ്റ്റ്, പീസ്ഫുൾ സമാധാനത്തോടുകൂടിയ ഒരു വിശ്രമം, ഒരു താൽക്കാലിക സമയത്തേക്ക്. അതുകൊണ്ടാണ് ആ വാക്ക് അവിടെ. അതെന്താ പറയാൻ കാര്യം? നിദ്ര എന്ന് പറയാൻ കാര്യം ഉറങ്ങുന്നവർ ഉണരുക തന്നെ ചെയ്യും. ഉറങ്ങുന്നവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാര്യം, ഉറങ്ങുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഉണരുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അവിടെ ആ വാക്ക് ഉപയോഗിച്ചത്. എന്നിട്ട് ഇത് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പരാമർശം. നമുക്ക് ഞാൻ ഈ ഭാഗങ്ങൾ പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ തിരുമേശ ശുശ്രൂഷയിലും നമ്മുടെ പലപ്പോഴും പല പ്രത്യേകിച്ച് ട്യൂണൽ സർവീസൊക്കെ ആഴമായി ഈ ദൈവവചനം പ്രസംഗിക്കപ്പെടുകയും നമുക്ക് ഇതിന്റെ മർമ്മങ്ങൾ അറിയുകയും ചെയ്യുന്നവരാണ്. ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം ആവശ്യമുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എങ്കിലും ഞാൻ പറയാറുണ്ടല്ലോ, കോണ്ടക്സ്ച്വൽ സ്റ്റഡി വരുമ്പോൾ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ദൈവം തരുന്ന കൃപയ്ക്കൊത്തോടെ നമ്മൾ ചിന്തിച്ചു പോകുന്നതാണല്ലോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പതിവ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു, വാട്ട് ഹാപ്പൻസ് വെൻ വി ഡൈ, what happens when we are alive here, when Christ comes? എന്ത് സംഭവിക്കും? ജീവിച്ചിരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? മരിച്ചുപോയവർക്ക് അല്ലെങ്കിൽ നിദ്ര പ്രാപിച്ചവർക്ക് എന്ത് സംഭവിക്കുമെന്ന് സഭയെ ഈ കാലഘട്ടത്തിലാണ് അത് നമുക്ക് അത്രയും ഒരു പ്രോബ്ലം അല്ല. കാരണം നമുക്ക് ആഴമായ വചനങ്ങൾ, ആഴമായ ദൈവിക മർമ്മങ്ങൾ, അതേ ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ സമയങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തെസ്സലോനിക്ക സഭയെ പോലെ നമ്മൾ സംശയാലുക്കളല്ല. നമ്മൾ ഈ വിഷയത്തിൽ പകച്ചു നിൽക്കുന്നവര്. അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? എ ക്രിസ്ത്യൻസ് hope is based on the historical precedent of Jesus resurrection. അതായത് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ദൃഷ്ടാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ചരിത്രം അത് നമ്മുടെ മുമ്പിൽ അത് വെളിവാക്കുന്നു. ആ മുന്നടപ്പ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ചരിത്രത്തിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞു. കർത്താവായ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നുള്ള ആ ചരിത്ര സംഭവം മുൻ നടന്ന ആ ദൃഷ്ടാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യാനി പ്രത്യാശ വെച്ചിരിക്കുന്നത്. എന്താണ് ആ പ്രത്യാശ? If God raised Jesus, he will raise us. ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എങ്കിൽ തന്നിൽ വിശ്വസിക്കുന്നവരെയും ദൈവം ക്രിസ്തു മുഖാന്തരം ഉയർപ്പിക്കുക തന്നെ ചെയ്യും. ഈ ഹോപ്പ് ആണ് സഭ ഹോൾഡ് ചെയ്യേണ്ടത്. ഇതാർക്കില്ല? സഹോദരങ്ങളെ,
നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ ദുഃഖിക്കരുത്. അപ്പോൾ മറ്റു മനുഷ്യർക്ക് ഇല്ലാത്ത എന്താണ്? അതെ, അതിനിപ്പോ ക്രിസ്ത്യാനി എന്ന് രജിസ്റ്ററിൽ പേരുണ്ടെങ്കിലും എന്തെല്ലാം അഭിമാനിച്ചാലും ഏത് വിഭാഗമായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതെ, മരണത്തിനപ്പുറമായ പുനരുത്ഥാന ജീവിതത്തെ കുറിച്ച് പ്രത്യാശയില്ലാത്ത ആരെയും ദൈവം ഒരു ക്രിസ്ത്യാനിയായി കരുതത്തില്ല. കാരണം ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ ആകത്തുക ഇരിക്കുന്നത്, ലക്ഷ്യസ്ഥാനം ഇരിക്കുന്നത്, ജീവിതത്തിന്റെ പൂർത്തീകരണം ഇരിക്കുന്നത്, ക്രിസ്തുയേശുവിന്റെ സകല പ്രവൃത്തിയുടെയും അതെ പൂർത്തീകരണം വെളിപ്പെടുന്നത് പുനരുത്ഥാനത്തിലാണെങ്കിൽ ആ പുനരുത്ഥാനത്തെ കുറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ പ്രത്യാശയില്ലാത്ത ഒരാൾക്കും ക്രിസ്തുയേശുവിന്റെ മുമ്പിൽ ക്രിസ്ത്യാനിയായി നിലകൊള്ളുവാൻ കഴിയത്തില്ല. ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഇതാ ചരിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു, മുൻകാലത്തിൽ നടന്നിരിക്കുന്നു, ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എന്താണ്? യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അതായത് ചുരുക്കി പറഞ്ഞാൽ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ, നിങ്ങൾ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യം ഇല്ല. അവരെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും, അല്ലെങ്കിൽ മടക്കി വരുത്തും. കർത്താവിന്റെ പുനരാഗമനം വരെ ജീവനോട് അവശേഷിക്കുന്ന നാം മരണമടഞ്ഞവർക്ക് മുമ്പ് ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. ദൈവവചനത്തെ ആധാരമാക്കി പറയുകയാണ്, ആദ്യ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നത് ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർക്കായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ യേശു പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മ വരിക, ശിഷ്യന്മാര് ശിശുക്കളെ യേശുവിന്റെ അടുത്തേക്ക് വിടാതെ തടഞ്ഞു വെക്കുക. അതൊരു വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നു വിചാരിച്ചപ്പോൾ യേശു പറഞ്ഞു, ശിശുക്കളെ തടയാതെ അവരെ എന്റെ അടുക്കൽ വിടുവീൻ, ദൈവരാജ്യം അവർക്കുള്ളതല്ലോ. നമ്മളുടെ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? ശിശുക്കൾ സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? ശിശു സ്നാനം കൊണ്ടുവന്ന് ഏർപ്പെടുത്തി. പക്ഷെ യേശു എന്താ പറഞ്ഞേ? ശിശുക്കളെ തടയാതെ നിങ്ങൾ അവരെ എന്റെ അടുത്ത് വിട്, ഇങ്ങനെയുള്ളവരെ നല്ലോ സ്വർഗരാജ്യം, അവരെ പോലെ നിങ്ങൾ ആയിത്തീര്. പക്ഷെ ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞത് ആരുടെ പേര് പറഞ്ഞ? ശിശുക്കളുടെ പേര് പറഞ്ഞ. എന്ന് പറഞ്ഞ പോലെ അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, യു ഡോണ്ട് വറി അബൌട്ട് ദം. നിങ്ങൾ അവരെ കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. കാരണം ദൈവത്തിന്റെ പ്രവൃത്തിയിൽ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിൽ, കർത്താവായ യേശുവിന്റെ മടങ്ങി വരവിൽ ആദ്യം ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത് ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരായിരിക്കും. ഈ പ്രത്യാശ അവരുടെ ഉള്ളിലേക്ക് അടക്കെ. അപ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ഇവിടെ ജീവനോടെ ഇരിക്കുന്നവരുണ്ട്. അതായത് നമ്മൾ ഈ അടിസ്ഥാനം കൊടുക്കുന്നത്, വീണ്ടും ഞാൻ പറയട്ടെ, ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയിരിക്കുന്നത്. എന്താ വ്യത്യാസം എന്ന് കേൾക്കണോ? ബാക്കിയുള്ള ലോകത്തിലെ എല്ലാ മത നേതാക്കന്മാരും അതെ കഴിഞ്ഞ കാലങ്ങളിലുള്ളവർ മരിച്ചപ്പോൾ, ക്രിസ്ത്യാനിറ്റി ഈസ് ദ ഓൺലി റിലീജിയൻ ഹൂസ് ലീഡർ ഈസ് സ്റ്റിൽ അലൈവ്. ക്രിസ്ത്യാനികളുടെ അതെ എടുത്തു നോക്കിയ മറ്റെല്ലാ മത നേതാക്കന്മാരും അതെ മരിച്ചു മണ്ണോട് ചേർന്നപ്പോൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, യഥാർത്ഥ ക്രിസ്തു അതെ ഭക്തരായ ക്രിസ്തുവിന്റെ ശിഷ്യരായവർക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ കർത്താവ് അതെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്ന ആ പ്രത്യാശയുള്ള ഏക വിഭാഗം ഭൂമി അവശേഷിക്കുന്നത് അത് ക്രിസ്തുവിന്റെ അതെ അനുയായികൾ മാത്രമാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് ദ ഓൺലി റിലീജിയൻ നമ്മൾ പറയാറില്ല, അത് അങ്ങനെ അവകാശപ്പെടുന്നവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്താ പറയട്ടെ, ഡിസൈപ്പിൾസ് എന്ന് വേണേ പറയാം, ക്രിസ്തു ശിഷ്യന്മാര് മാത്രമാണ് അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം. എന്താണ്? ഞങ്ങളുടെ യജമാനൻ ഗുരു ഇന്നും ജീവിക്കുന്നു. ബാക്കിയെല്ലാം നമ്മൾ പാടാറില്ലേ, ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്ന കല്ലറയിൽ നമ്മൾ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാഴുന്നു. He is not here.
He is risen എന്നവന്റെ കല്ലറയ്ക്കൽ എഴുതി വെച്ചേക്കുക. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് പറയുവാൻ കഴിയുന്ന ഏക വിഭാഗം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് അവനെ അനുഗമിക്കുന്ന അവന്റെ ശിഷ്യർക്ക്, അവന്റെ ജനത്തിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, അതെ, ഞങ്ങളുടെ കർത്താവ് ഉലക മഹാന്മാരകിലരും ഒരുപോലെ കല്ലറയിൽ അതെ ഉറങ്ങുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ അതെ ശിഷ്യരാണ് ഞങ്ങൾ. ഞങ്ങളുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതാണ് പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ഇത് പറയാൻ ഒരു മതത്തിനും കഴിയത്തില്ല, ഒരു ഭക്തർക്കും കഴിയത്തില്ല, ഒരു ഇസങ്ങൾക്കും കഴിയത്തില്ല, ആർക്കും ഈ റിസറക്ഷന്റെ ഹോപ്പ് കൊടുക്കാൻ കഴിയത്തില്ല. എല്ലാം എവിടെ കൊണ്ട് നിൽക്കും? കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ അതിനപ്പുറമായ പ്രത്യാശ എങ്ങനെയാ? ഇതാ ഒരു ഹിസ്റ്റോറിക്കൽ ഈവന്റ്. അത് നമുക്ക് എന്താണ്? അത് ദൃഷ്ടാന്തമാണ്, അത് മുൻ നടന്നിരിക്കുകയാണ്. നടക്കാനുള്ള സംഭവമല്ല ഇനി, നടക്കാനുള്ള എന്തോ ഇനി അവൽ വിശ്വസിക്കുന്നവരുടെ ഉയർത്തെഴുന്നേൽപ്പാണ് നടക്കേണ്ടത്. പക്ഷേ ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ചരിത്ര സംഭവം ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് ക്രിസ്തുവിൽ നിദ്ര കൊണ്ടതിനെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന നാം ദുഃഖിക്കരുത്, നിരാശപ്പെടരുത്. പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ നമ്മുടെ ഹൃദയം തകർന്നു പോകാൻ പാടില്ല. കാരണം യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ പോലെ തന്നെ എന്താണ് നമ്മൾ വായിച്ചത്? അത് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ മടക്കി വരും. ഈ ഹോപ്പുള്ള ഏക മാർഗം അത് ക്രിസ്തീയ മാർഗമാണ്. ഏക ശിഷ്യഗണം അത് ക്രിസ്തുവിന്റെ ശിഷ്യഗണം മാത്രം. ഏക വിഭാഗം അത് സത്യമായും ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ദൈവജനം, ക്രിസ്ത്യാനികൾ എന്ന് വെറുതെ പേരുകൊണ്ട് അഭിമാനിക്കുന്നതിനല്ല നാം പറയുന്നത്. യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ഈ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ ഹോൾഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഈ വചനം നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുന്നു. ഇനിയും അവിടെ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ദ ഓർഡർ ഓഫ് ഈവൻസ് വെൻ ജീസസ് റിട്ടേൺ. യേശു മടങ്ങി വരുമ്പോൾ അവിടെ നടക്കുന്ന ആ ഒരു സംഭവങ്ങളുടെ ഒരു ക്രമമാണ് ഇവിടെ പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? ഇവിടെ ഉറപ്പ് തന്നിട്ട് പറയുകയാണ്. ഞാൻ ഈ ഒത്തിരി വേദഭാഗങ്ങളുണ്ട്, നമുക്കറിയാം. ഞാൻ ആ വേദഭാഗങ്ങളൊക്കെ ഒത്തിരി എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 1-2 ഭാഗങ്ങൾ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ റോമാലേഖനം 14-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ ജീവന്റെയും മരണത്തിന്റെയും ഒരേപോലത്തെ പ്രത്യേകത. റോമാലേഖനം 14-ാം അധ്യായം അതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള വേദഭാഗങ്ങളാണ്. എങ്കിലും ഈ ഭാഗത്തോട് ബന്ധപ്പെട്ട് ഒന്നും കൂടെ നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കാൻ ഈ വചനങ്ങൾ വായിക്കുന്നത് പ്രയോജനം ചെയ്യുമെന്നുള്ള ആ വലിയ ആഗ്രഹത്തോടെയാണ് ഞാനിത് വായിക്കുന്നത്. റോമാലേഖനം 14-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതെ, 8-ാം വാക്യം ഇങ്ങനെ വന്നിട്ട്, എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 8-10 ഭാഗങ്ങളാണ് ഞാൻ ഈ വായിക്കുന്നത്. അതുകൊണ്ട് ഓർത്തോണം, നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നു എങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. നാം ആരെക്കുറിച്ചാ? നാം സഭയോട് പറയുക. സഭയെ സംബന്ധിച്ച് എന്താണ് സഭയുടെ പ്രത്യാശ? യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന സഭയോട് പറയുക, സഭ വിശ്വസിച്ചോണം, നാം ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തു വന്നാലും നാം മരണപ്പെട്ടതിന് ശേഷം ക്രിസ്തു വന്നാലും നാം ആർക്കുള്ളവരാ? ക്രിസ്തുവിനുള്ളവരാ, കർത്താവിനുള്ളവരാ. എങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർ 9-ാം വാക്യം 14-9 മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. ജീവിച്ചിരിക്കുമ്പം എല്ലാവരുടെയും കർത്താവാ ക്രിസ്തു. മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെയല്ല. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. ആ ഒരു ഭാഗത്തെ വളരെ വ്യക്തമായി പറയുന്നു. ഈ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അത് ഒരിക്കലും അണഞ്ഞു പോകാൻ ഇടവരരുത്. യാതൊരു വ്യത്യാസവുമില്ല. ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ എലൈവായി ഇരിക്കുന്നവരും നമുക്ക് മുമ്പേ നിദ്ര കൊണ്ടവരും ഒരുപോലെ കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നതും മരിക്കുന്നതും എല്ലാം. കർത്താവിന്റെ മഹത്വത്തിനും കർത്താവിലുള്ളവർ തന്നെയാണ്. എങ്കിലും നാം കർത്താവിലുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തു.
ഒരു ഭാഗം കൂടെ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ പ്രത്യാശയോടെ പറയുന്ന വേദഭാഗം നമുക്കറിയാം. കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കാൽ ഞങ്ങളിൽ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഗ്യാരണ്ടിയായി നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. നമ്മളിലുള്ള ഒരു ഗ്രോണിംഗ് ഉണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയോ? മർത്യമായത് നീങ്ങി അമർത്യമായി ധരിപ്പാൻ നാം വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണെന്നുള്ള ഗ്രോണിംഗ്. ആ ഒരു, ഞാൻ എപ്പോഴും പറയാറുള്ള വാക്കാ, നിങ്ങൾ ഓർക്കാറുണ്ടോ? ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക്, ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് ഞെരുക്കം മാത്രമേ ഉള്ളൂ, ഞരക്കമില്ല. അത് നാം ഒരു വലിയ പരാജയമാണ്. ഇന്നത്തെ ദൈവമക്കൾക്കെല്ലാം ഞെരുക്ക വിശാലതയിലേക്ക് വരുത്തി, ഞെരുക്കത്തിലായിരുന്ന വിശാലതയിലേക്ക് വരുത്തി, താഴ്ചയിലായിരുന്ന ദൈവം ഉയർത്തി, രോഗിയായിരുന്ന സൗഖ്യമാക്കി. ഇങ്ങനെയുള്ള ഒരു ട്രെൻഡിലേക്ക് ലോകം നീങ്ങുമ്പോൾ അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചോ? അവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഉള്ളിൽ ഞെരുക്കമല്ല പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്, ഒരു ഞരക്കം തന്നിരിക്കുക. എന്താ? കുറുപ്രാവ് കുറുകി ഞെരങ്ങുന്നത് പോലെ ഒരു ഗ്രോണിംഗ് ആണ്. എന്തിനു വേണ്ടിയാ? സൃഷ്ടി പോലും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മഹാ ഈവന്റ് ഉണ്ട്, ഒരു മഹാസംഭവം ഉണ്ട്. എന്താണെന്നറിയോ? പ്രകൃതിയെയും അതിന്റെ മായയിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് അതെ ദൈവപുത്രന്മാരുടെ ആ പ്രത്യക്ഷത വെളിപ്പാടിലാണ് പ്രകൃതിക്കും ശാപമോക്ഷം ഉണ്ടാകുന്നത്. ഭൂമിയെ മുഴുവനും അതെ ഉദ്ധരിക്കുന്ന ആ ദിവസത്തിന് വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ പ്രകൃതിയെല്ലാം ഞെരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ അവരെന്തിനെയാ നോക്കിപ്പാർക്കുന്നത്? റോമാലേഖനത്തിൽ പറയുന്ന വാക്യം നമുക്കറിയാം. അതെന്തിനു വേണ്ടിയാ? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പം ദൈവപുത്രന്മാരെന്ന് പറയുന്നവർ എന്ത് സംഭവിച്ചു? ആ ശേഷിപ്പിന്റെ കാര്യമല്ല ഞാൻ പറയുന്നേ, പേരുകൊണ്ട് വെറും എന്താ പറയുക, ജീവിതത്തിന് ഒരു അർത്ഥവുമില്ലാതെ ദൈവമക്കൾ എന്ന് വൃഥ അഭിമാനിക്കുന്നവർ, അതെ എന്തൊക്കെയോ ഞങ്ങൾ ആണെന്ന് അതെ അഭിമാനിക്കുന്നവരുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ശ്രദ്ധിച്ചോണം. അവർക്ക് ഞെരുക്കത്തെ കുറിച്ച് അവർ ഒത്തിരി സാക്ഷ്യം പറയും, ഞരക്കത്തെ കുറിച്ച് ഒരു സാക്ഷ്യം പറയത്തില്ല. എന്താ കാര്യം എന്നറിയോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഗ്യാരണ്ടിയായി ഒരാളുടെ ഉള്ളിൽ കൊടുക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് ഉള്ളിൽ അധിവസിക്കുന്നവന് മാത്രമേ ഈ ഗ്രോണിംഗ് ഉണ്ടാകത്തുള്ളൂ, അല്ലാത്തതിന് ഗ്രംബ്ലിംഗ് ഉണ്ടാകുന്നേ. കേട്ടോടെ ദൈവമക്കളെ, ആന ആടുമ്പോഴുള്ള വ്യത്യാസമാണ് ഗ്രോണിങ്ങും ഗ്രംബ്ലിങ്ങും തമ്മിൽ. അതായത് ഞരക്കവും ഈ ഞെരുങ്ങിയിട്ട് എപ്പോഴും ഒരു മുറുമുറുപ്പ. എന്തോ പറയാനാ, ഞാൻ ഇങ്ങനൊന്നും അല്ല പ്രതീക്ഷ, പക്ഷെ എന്റെ പ്രതീക്ഷ പോലെ അല്ല, എപ്പോഴും ഒരു ഗ്രംബ്ലിങ്ങാ. അത് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി തന്നവന്റെ ലക്ഷണമല്ല ഈ ഗ്രംബ്ലേഴ്സ് ആൻഡ് കംപ്ലൈനേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ദൈവത്തിൽ അപ്പോസ്തലൻ പറയുക, ഈ ഹോളി സ്പിരിറ്റിനെ ഞങ്ങൾക്ക് തന്നിരിക്കുക, ഗ്യാരണ്ടി ആയിട്ട് തന്നേക്കോ. ഞങ്ങൾ എന്തിനു വേണ്ടി അറിയാമോ? ഞങ്ങളുടെ റിഡംഷനെ കൺഫേം ചെയ്യുന്ന, ആ റിഡംഷന് വേണ്ടി ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ഗ്രോൺ ചെയ്യിക്കുന്ന, ഗ്രംബിൾ ചെയ്യിക്കുകയല്ല. ഞങ്ങളായിട്ട് ഏത് സമയത്തും ഈ ഞെരുക്കം ഒന്ന് മാറി ഒന്ന് വിശാലതയിലേക്ക്, ഈ ഞെരുക്കം ഒന്ന് മാറി ഈ വിശാലതയിലേക്ക്, ഈ ഉപവാസം മൊത്തം ഞെരുക്കം മാറി വിശാലതയിലേക്ക് വരണം. പക്ഷെ ആത്മാവിനെ തന്നിരിക്കുന്നത് അറിയോ? ഈ ഞരക്കത്തിന്റെ പൂർത്തീകരണമായ പുനരുത്ഥാനത്തിന്റെ ദിനത്തിലേക്ക് അതെ മർത്യമായത് മാറി അമർത്യമായത് ധരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരുമ്പോഴാണ് ദൈവപുത്രന്മാരുടെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. അതെ നമുക്കറിയാലോ, അപ്പോസ്തലൻ കൊരിന്ത്യർ പറയുന്നുണ്ട്, ഇതിനൊരു ഓർഡർ ഉണ്ട്, ഒരു ടൈം ഉണ്ട്. ആദ്യം അതെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഇനി ക്രിസ്തുവിന്റെ വരവ് അതിനുശേഷമാണ്, അതിനോടനുബന്ധിച്ചൊരു ഓർഡറാണ്. അടുത്തത് തനിക്കായി കാത്തിരിക്കുന്നവരുടെ പ്രത്യക്ഷതയാണ്, അവരുടെ വെളിപ്പാടാണ്, അവരുടെ വീണ്ടെടുപ്പ്. അതെ വീണ്ടെടുപ്പ്, വീണ്ടെടുക്കപ്പെട്ട ശരീരം പ്രാപിച്ചുകൊണ്ടുള്ള അവരുടെ പുനരുത്ഥാനവും അല്ലെങ്കിൽ അവരുടെ അസെൻഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷനാണ് നടക്കാൻ പോകുന്ന ഇനിയത്തെ മഹത്തായ സംഭവം. അപ്പൊ ഈ ദൈവവചനം ചിന്തിക്കുമ്പോ ദൈവമക്കളെ,
ഇത് ആവർത്തിച്ച് പറയുന്ന ഭാഗമാണെങ്കിലും നിങ്ങൾ അരോചകപ്പെടരുത്, മുഷിഞ്ഞു പോകരുത്. അതെ, ഇതിനകത്ത് ഒരിക്കലും മടുപ്പ് തോന്നരുത്. നമുക്ക് നമ്മളെ ഒന്ന് ശോധന കഴിക്കണം. ഇന്നത്തെ സമൂഹത്തിന്റെ ഉള്ളിലുള്ള കേവല ഞെരുക്കത്തെ കുറിച്ചാണോ നമുക്ക് പറയാനുള്ളത്? അതോ അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ഞരക്കമെന്ന ആ ഗ്രോണിങ്, അകത്തിങ്ങനെ കുറുകുക, കർത്താവ് ആ കുറുകൽ വരുമ്പോൾ, ആ ഞരക്കം വരുമ്പോൾ ഓർത്തോണം, ഇത് ആരാ നമ്മളെ ഇതിന് പ്രേരിപ്പിക്കുന്നേ? നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ ആ ഗ്യാരണ്ടിയായി തന്നിരിക്കുന്ന ദൈവം പരിശുദ്ധാത്മാവിനോട് നമ്മളെ ഒരുക്കുകയാണ്. യെസ്, ഞങ്ങൾക്കൊരു പുനരുത്ഥാനമുണ്ട്, ഞങ്ങൾക്കൊരു റിഡംപ്ഷൻ ഉണ്ട്, ഞങ്ങളുടെ ഈ ശരീരം വീണ്ടെടുക്കപ്പെട്ടതാ. ഈ കൂടാരം അഴിഞ്ഞു പോയാൽ സാരമില്ല. ഞങ്ങളെ നഗ്നരായിട്ടല്ല, പിന്നെയോ ഞങ്ങളെ കേവലം സ്പിരിറ്റായിട്ടല്ല, മറിച്ച് റിഡംഷനുള്ള ബോഡിയോടുകൂടിയുള്ള വ്യക്തികളായിട്ടാണ് നിർത്താൻ പോകുന്നത്, അല്ലാതെ ശരീരമില്ലാത്ത ആത്മാക്കളായിട്ട് അല്ല. അതായി പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് വീണ്ടെടുക്കപ്പെട്ട ശരീരത്തോട് കൂടിയ ആത്മാക്കളായ യഥാർത്ഥ വ്യക്തികളാക്കി ഞങ്ങളെ നിർത്തുവാൻ പോകുന്ന ആ ദിനത്തിന് വേണ്ടി ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ഒരുക്കുന്ന ആരെന്നറിയാവോ? ദൈവം ഗ്യാരണ്ടിയായി തന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് നമുക്ക് റോമാലേഖനത്തിൽ വ്യക്തമായിട്ട് നമുക്കറിയാം ആ ഭാഗത്തെ കുറിച്ച്. അതെ, റോമാലേഖനത്തിൽ വ്യക്തമായി പറയുന്ന ഭാഗവും നമുക്കറിയാം. എന്തൊരു ആഴമായിട്ടാണ് അപ്പോസ്തലൻ അത് പറഞ്ഞ 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. ഇതിനാരാ നമ്മളെ തയ്യാറാക്കുന്നത്? അപ്പോസ്തലനാ പറഞ്ഞത്, ഈ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞങ്ങളെ എണ്ണാൻ തയ്യാറാക്കുന്ന ആരാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളെ ശക്തീകരിക്കുക. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പക്ഷെ ദൈവപുത്രന്മാർക്ക് ഇപ്പോൾ ഒരു ആകാംക്ഷയില്ല. ഏത് ദൈവപുത്രന്മാർക്ക്? ശേഷിപ്പിനെ അല്ല ഞാൻ പറയുന്നേ, ഈ പേരിന് ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞ് നടക്കുന്ന, പേരിന് ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന, പെരുമാറ്റത്തിൽ അതില്ല, ലക്ഷണത്തിൽ അതില്ല, ജീവിതത്തിൽ അതില്ല, സ്വഭാവത്തിൽ അതില്ല, പ്രത്യാശയിലല്ല, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇവിടെ പറയാ, സൃഷ്ടി ക്രിയേഷൻ മുഴുവനും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? സൃഷ്ടി ദ്രവത്വത്തിന്റെ, അല്ലെങ്കിൽ ആ ക്ഷയിക്കുന്ന നശിച്ചു പോകുന്നതിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ, ആ വാക്ക് ശ്രദ്ധിച്ചേ, റിപ്പീറ്റ് ചെയ്യുകയാണ്, ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിനു വേണ്ടി കാത്തുകൊണ്ടുള്ളിൽ ഞെരുങ്ങുന്നു എന്നല്ല, ഞരങ്ങുന്നു. ഒരൊറ്റ ദീർഘത്തിൽ അർത്ഥം മാറും. ശ്രദ്ധിച്ചേ, സൃഷ്ടി ഞരങ്ങുന്നു, ഞങ്ങൾ ഞെരുങ്ങുന്നു. ഇന്നത്തെ ആൾക്കാരോട് ചോദിച്ചാൽ പറയും, സൃഷ്ടി കിടന്ന് ഞരങ്ങട്ടെ, പക്ഷെ ഞങ്ങൾ ഇവിടെ ഞെരുങ്ങും. കാരണം ഞങ്ങൾക്ക് ഗ്രോണിങ്ങാ ഉള്ളത്, ഗ്രംബ്ലിങ്ങാ ഉള്ളത്. വൈ ലോഡ്, എന്താ കർത്താവേ എന്നോടിത്? മാത്രം ഇങ്ങനെ, ഞങ്ങളോട് മാത്രം എന്താ ഇങ്ങനെ? ഞെരുക്കത്തിന്റെ ലക്ഷണമാണ്. വൈ ലോഡ്, വൈ നീ? അനുഗ്രഹം ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല. അതായത് ദൈവം അർഹിക്കാത്ത നന്മകളും ദൈവത്തിന്റെ നന്മകളെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ എന്റെ കയ്യിൽ എന്തിനാ കർത്താവേ എന്ന് തന്നതെന്നോ എനിക്ക് ഒന്നും ചോദിച്ചിട്ടില്ല. അതല്ല, അവിടെ ഒന്നും ചോദ്യമില്ല. പക്ഷെ എന്തെങ്കിലും അസ്വാഭാവികമോ അപൂർവം തോന്നുന്നോ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ വരുമ്പോ, എന്തുകൊണ്ടാ കർത്താവേ എന്നോട് മാത്രം ഇങ്ങനെ? അതിന് പറഞ്ഞ പേരാ ഞെരുക്കം, മർമറി. വൈ ലോഡ്? ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ആരംഭം കൊണ്ട് അവസാനം ഒറ്റ ചോദ്യമുള്ളൂ, വൈ ലോഡ്. പക്ഷെ അനുഗ്രഹങ്ങളുടെ മുമ്പിൽ അർഹിക്കാത്തുമ്പോൾ ദൈവം ചില നല്ലത്, ചില ഉദ്ദേശങ്ങളൊക്കെ എതിരെ എന്നെ ഏൽപ്പിച്ച് ഈ സ്ഥാനത്തെതിരെ എന്നെ ഇരുത്തിയത്, ഞാൻ എന്താണ് എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്? എനിക്ക് എന്തിനാണ് ഈ സമയം തന്നെ? എന്തിനാ ഇത്രയും സമാധാനം തന്നെ? എന്തിനാ എനിക്ക് ഇത്ര ശാസ്ത്രം വെച്ചത്? എന്തിനാ എനിക്ക് മക്കളെ തന്നെ? എന്തിനാ എനിക്ക് ഭവനം തന്നെ? എന്തിനാ കർത്താവ്? എനിക്ക് അറിയുന്നില്ല. എന്തിനാ കർത്താവ്? വൈ നോട്ട്? വാട്ട് ഐ ഹാവ് ടു ഡു? ഇതുകൊണ്ടൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത്? അറിയില്ല. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കർത്താവ് നോ പറയട്ടെ, എനിക്ക് അപ്പോഴത്തേക്ക് ശബ്ദമൊക്കെ മാറും. എന്നോട് മാത്രം എന്താ ഇങ്ങനെ? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചത്, ഞാൻ ഇത്രയും അങ്ങനെ സേവിച്ചത്, അപ്പോഴത്തേക്ക് തോണലില്ല. അമ്മ അവരുടെ പേരാണ്. പക്ഷേ
അപ്പോസ്തലൻ എന്നെ മാത്രം എന്തിനാ ഈ കാരാഗ്രഹത്തിലാക്കിയത്? പത്രോസിന് ആ ഗതി വന്നില്ലല്ലോ, അവർക്കത് വന്നില്ലല്ലോ, എന്നെ എന്തിനാണ് ഈ ജാതികളുടെ സുവിശേഷകനാക്കിയത്? എന്നേക്ക് പത്രോസിനേക്കാൾ ജ്ഞാനം ഉണ്ടല്ലോ, പത്രോസിനെ പിടിച്ച് ഇവരെ അടുത്ത് വിട്ടിട്ട് എന്നെ യഹൂദന്മാരെ അടുത്ത് വിട്ടാ പോരായിരുന്നു? ചോദിക്കാൻ അവർക്കാണോ ചോദ്യമില്ലാത്തേ? നയപ്രമാണത്തെ അരച്ചു കലക്കി കുടിച്ച എവിടുന്ന് ചോദിച്ചാലും പറയുന്ന എന്നെ പിടിച്ച് ഈ ജെൻഡേഴ്സിന്റെ അടുത്ത് വിട്ടിട്ട് ഈ നയപ്രമാണത്തിന്റെ സ്കൂളിംഗ് ഇല്ലാത്ത പത്രോസിനെ പിടിച്ച് മീനിനെ കുറിച്ചും വലയെ കുറിച്ചും ചോദിച്ചാൽ പറയുന്ന വിദ്വാനെ എടുത്തിട്ട് നയപ്രമാണത്തിന് വിദ്വാന്റെ സ്ഥാനത്ത് നിർത്തി സുവിശേഷം അറിയിക്കാൻ ഉപയോഗിച്ച കർത്താവെ വായിലോടൊന്നും ഒരിക്കലും പോൾ ചോദിച്ചില്ല. കാരണം പോളിന് പരകാലത്തിൽ ഇടപെടുന്ന സ്വഭാവം ഇല്ലായിരുന്നു. തന്റെ നിയോഗം നിവർത്തിക്കാനുള്ള സമർപ്പണമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റവരുടെ ശുശ്രൂഷ കണ്ടിട്ട്, മറ്റവരുടെ ജീവിതം കണ്ടിട്ട് കമ്പയർ ചെയ്യുന്ന സ്വഭാവം. വാസ്തവത്തിൽ മാനുഷികമായി ബുദ്ധിപരമായി ചിന്തിച്ചാൽ പീറ്റർ ആയിരുന്നു ജാതികളുടെ നടുവിൽ പോയി, പോളായിരുന്നു, പൗലോസ് ആയിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ നിൽക്കണ്ടേ. കാരണം യഹൂദന്മാരുടെ ഏത് ചോദ്യത്തിനെ അമർത്തുവാനുള്ള ദൈവികമായ അത്ര നയപ്രമാണ ജ്ഞാനമുള്ള മനുഷ്യൻ. പക്ഷെ കർത്താവ് നേരെ തിരിച്ചുവിട്ട് കളഞ്ഞു. പത്രോസിനെ യഹൂദന്മാരുടെ അപ്പോസ്തലനും പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലനും. പ്രിയപ്പെട്ടവരെ, ദൈവമാക്കി വെക്കുന്നിടത്ത് നമുക്ക് വിശ്വസ്തയോടെ ആയിരിക്കാം. നമുക്ക് ശുശ്രൂഷകൾ പരസ്പരം കൈമാറാനുള്ളതല്ല, പൊതുപ്രയോജനത്തിനായി ചെയ്യുന്നത്. എന്റെ ശുശ്രൂഷ നീ എടുത്തോ, നിന്റെ ശുശ്രൂഷ ഞാൻ എടുത്തു എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുക. വൈ എന്ന ചോദ്യമല്ല നമുക്ക് വേണ്ടേ. ഇവിടെ നമ്മൾ അടുപ്പിച്ച് വായിച്ച വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചേ. അവരെല്ലാം അവർക്ക് ഞെരുങ്ങാനേ ഉള്ളായിരുന്നു കാരണം. പക്ഷെ ഞെരുക്കത്തെ അവരങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഞരങ്ങാൻ തുടങ്ങി. കാരാഗ്രഹത്തിൽ ഞെരുക്കമല്ലാതെ എന്ത് വിശാലതയാ ദൈവമക്കളെ! കാരാഗ്രഹത്തിൽ ഇടുക്കമല്ലാതെ എന്ത് വിശാലതയാ! താഴ്ചയല്ലാതെ എന്ത് ഉയർച്ചയാ! പക്ഷെ അവര് പറയുക, ഈ ഞെരുക്കത്തിലല്ല ഞങ്ങളുടെ ഹൃദയം കിടന്ന് പിടയ്ക്കുന്നത്. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അകത്തൊരു ഞരക്കം തരിക, ഒരു ഗ്രോണിംഗ് തരിക. ഒരു മഹാസംഭവത്തിന് വേണ്ടി ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ഒരുക്കപ്പെടുന്നു. അത് ആരൊക്കെ കാത്തിരിക്കുന്നു? സൃഷ്ടിയും അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമല്ല. വാക്ക് ശ്രദ്ധിച്ച്, ആകാംക്ഷയോടെ കാത്തിരിക്കും. Eagerly waiting. All the creation is eagerly waiting for that redemption. പക്ഷേ ഇന്ന് രാത്രി എന്റെ സമയയുടെ അവസാനിച്ചിട്ട് വാക്കുകളെ ഞാൻ നിർത്താം. പക്ഷെ ഒരു കാര്യം ദൈവമക്കൾ ഓർത്തോണം, ഈ ലോകം നമ്മളെ വല്ലാഞ്ഞിരുക്കി കളയും. സഭയിൽ എത്ര പേരുണ്ട്? എത്ര കുടുംബങ്ങളുണ്ട്? ഇത്രയും വർഷം ഇത്ര പേരെ ആയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ വിശ്വാസി വന്നു? അവര് വന്നില്ലേ? നിങ്ങൾക്ക് ഇതുവരെ കുഞ്ഞുങ്ങളായില്ലേ? വീടായില്ലേ? എത്ര നാളായി പിള്ളേർ വെളിയിൽ പോയിട്ട്? ഇതുവരെ ഒന്നും ആയില്ലേ? ജോലി. നമ്മളെ ഞെരുക്കാനുള്ള മുഴുവൻ ചോദ്യവും പുറത്തുനിന്നുണ്ട്. പക്ഷെ നമ്മളെ ഞരക്കുവാനുള്ള മുഴുവൻ ബലവും പരിശുദ്ധാത്മാവ് അകത്ത് വന്നിരിക്കും. ആ ഗ്രോണിംഗ്, കർത്താവേ, ആ മഹാസംഭവം, ആ മഹാദിനത്തിനു വേണ്ടി ക്രിയേഷൻ മുഴുവനും കാത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ആകാംക്ഷ നഷ്ടപ്പെട്ടു പോവാൻ ഒരിക്കലും ഇടവരരുതേ. അതുകൊണ്ട് അപ്പോസ്തലൻ പറയാ, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന, അതെ, നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇനിയും ഞാൻ പറഞ്ഞു പോയാൽ എനിക്ക് സമയം നിർത്താൻ പറ്റത്തില്ല. അടുത്ത ആഴ്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിപ്പാനായി നാം തലകളെ വണക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നു. അനുഗ്രഹങ്ങൾ തരുമ്പോൾ, അല്ലെങ്കിൽ ഉയർച്ചകൾ തരുമ്പോൾ, പ്രാർത്ഥനയുടെ മറുപടി തരുമ്പോൾ, ഒരിക്കൽ പോലും അല്ലെങ്കിൽ അർഹിക്കാത്ത സ്ഥാനത്തേക്ക് ഉയർത്തുമ്പോൾ ചോദിക്കാത്ത ചോദ്യങ്ങളാണോ? എവിടെയെങ്കിലും ദൈവം താഴ്ത്തുകയോ, ദൈവം എവിടെയെങ്കിലും അതെ തകർക്കുകയോ, ദൈവം എവിടെയെങ്കിലും വാതിൽ അടയ്ക്കുകയോ, ദൈവം എവിടെയെങ്കിലും അതെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നിർത്തുകയോ ചെയ്യുമ്പോൾ അവിടെ മാത്രം വായി എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരാണോ നമ്മൾ? അതോ ദൈവം ഏതവസ്ഥയിലേക്ക് കടത്തിവിട്ടാലും എന്താ എന്റെ അപ്പ എന്നെ കൊണ്ട് എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതെ, താഴ്ചയിൽ നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. എങ്ങനെ ചോദിക്കണം? ഗ്രംബ്ലിങ്ങിലുള്ള ചോദ്യമല്ല, അതെ പിറുവിറുപ്പ് ചോദ്യമല്ല. കർത്താവെ, എന്തിനാണ് അങ്ങ് എന്നെ ഇങ്ങനെ താഴ്ത്തിയിരിക്കുന്നത്? അങ്ങേക്ക് എന്താണ് എന്നെ കുറിച്ച് ഉദ്ദേശം? ഞാൻ ഈ വഴിയിലൂടെ കടന്നു പോകാൻ എന്തോ അങ്ങേക്ക് ഒരു ഉദ്ദേശമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പോണമെന്നുള്ളത്, ഞാനിങ്ങനെ പോണമെന്നുള്ളത്, അതിനകത്ത് അങ്ങ് എന്താ ഉദ്ദേശിക്കുന്നത്? അതെന്നെ വെളിപ്പെടുത്തണേ. എനിക്ക് അതുപോലെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഉയർച്ചയിലും താഴ്ചയിലും തീർച്ചയായും നമുക്ക് ചോദിക്കാം, കർത്താവേ, അങ്ങ് പറ, അങ്ങനെ ഈ സ്ഥാനത്താക്കിയതിന് എന്തോ ഉദ്ദേശമുണ്ടല്ലോ. പ്ലീസ് ലോർഡ്, ടെൽ മീ, റിവീൽ മീ. എന്നോട് പറഞ്ഞതാ, എനിക്ക് വെളിപ്പെടുത്തിത്താ. എന്റെ എല്ലാ ആരോഗ്യവും നന്മയും സമയവും നിനക്ക് വേണ്ടി പ്രയോജനപ്പെട്ട് അല്ല, എന്നെ തീരെ ബലഹീനാക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദ്യം ചെയ്യല്ല. ബട്ട് ഐ ആം ആസ്കിംഗ് ലോർഡ്, എന്തിനാ കർത്താവേ? അത് എന്താന്ന് എന്നോട് പറ. ഞാൻ എങ്ങനെ മാറണം? എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വരണ്ടേ? എന്നെ കൊണ്ട് എന്ത് ഗുണമാങ്ങേക്ക് ഈ താഴ്ചയിലൂടെ കടത്തിവിടുമ്പോൾ അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുപോലെ ആയിത്തീരാൻ എനിക്ക് കൃപ തരണേ. അല്ലാതെ ക്വസ്റ്റ്യനിങ് എഗൈൻസ്റ്റ് ഗോഡ് അല്ല, ക്വസ്റ്റ്യനിങ് ടു ഗോഡ്. ദൈവത്തിനെതിരെ ചോദ്യം ചെയ്യല്ല,
ഏതവസ്ഥയിൽ നമുക്ക് ദൈവത്തോട് ചോദ്യം ചോദിക്കാം. കർത്താവെ, എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നെ ഒന്ന് മനസ്സിലാക്കി തരണേ. എനിക്കൊരിക്കലും ഒരു ഗ്രംബ്ലറായി തീരണ്ട, മർമറിങ് എനിക്ക് വേണ്ട. എനിക്കിങ്ങനെ എപ്പോഴും ഞെരുക്കം പറയണ്ട. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്ന ആദ്യ ദാനം, ആ ഗ്യാരണ്ടി ചെയ്ത് തന്നിരിക്കുന്ന ആ ഗിഫ്റ്റ്, ദൈവത്തിന്റെ ദാനം എൻ്റെ ഉള്ളിൽ പകർന്നിരിക്കും. അപ്പോസ്തലനൊക്കെ പറയുന്നുണ്ടല്ലോ, അവരെല്ലാം പറയുന്നുണ്ടല്ലോ, അവർക്കെല്ലാം ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായിട്ടുള്ള ആ ഞരക്കം അവരെ ഇങ്ങനെ. എനിക്കും അതേ ഞരക്കം വേണം. എന്തിനു വേണ്ടിയെന്നറിയാമോ? വീണ്ടെടുക്കപ്പെട്ട എൻ്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും കൂടെ ചേർന്ന് അതേ ആ വാഞ്ചയോടെ കാത്തിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഞെരുക്കത്തിന്റെ പുറകെ ഓടുമ്പോൾ ഞങ്ങൾക്ക് ആ ഞരക്കത്തിനായുള്ള ദാഹം. എന്തോ സൃഷ്ടി ക്രിയേഷൻ മുഴുവനും വീണ്ടും ദൈവപുത്രന്മാരൊന്ന് വെളിപ്പെട്ടാൽ മതി. ദൈവപുത്രന്മാരപ്പൊ എന്തിനു വേണ്ടി സൃഷ്ടി ആകാംക്ഷയോടെ ദൈവപുത്രന്മാരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുമ്പോൾ ദൈവപുത്രന്മാർ എത്രയധികം തങ്ങളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കണം. എങ്ങനെ കാത്തിരിക്കണം? രണ്ട് കാര്യം: ആകാംക്ഷയോടെയും ഞരക്കത്തോടെ, കുറുകി ഞരങ്ങുന്ന, അതിനകത്തൊരു കാത്തിരിപ്പിന്റെ ശബ്ദമുണ്ട്. ഒരു പ്രാണപ്രിയന് വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു കുറുകലുണ്ട്, ഒരു ഒത്തുചേരലിന്റെ ഒരു വേദനയുണ്ട്, ഒരു ആകാംക്ഷയുണ്ട്, കാത്തിരിക്കുന്ന ഒരു വേദനയുണ്ട്. കർത്താവേ, ചേർക്കണമേ, വേഗം വരണമേ, ഞങ്ങളെ ചേർക്കണമേ. നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയത്തില്ല. നീയാണ് ഞങ്ങളുടെ സർവസ്വവും. നിങ്ങളുടെ ശരീരത്തെ വീണ്ടെടുക്കുന്ന ദിനം, ആ മഹാസംഭവത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. തെസ്സലോനിക്കരോട് പറയുകയാണ്, നിങ്ങൾ നിദ്രയുണ്ടവരെ കുറിച്ച് നിരാശപ്പെടേണ്ട കാര്യം ഇല്ല. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ദൈവത്തിന് അവരെ കുറിച്ചുള്ള പദ്ധതി. അവരായിരിക്കും ഒന്നാം നിരയിൽ നിൽക്കുന്നത്. ജീവനോടിരിക്കുന്ന രണ്ടാം നിരയിലേക്ക് വരുത്തുള്ളൂ. ദൈവസ്ഥനിൽ നമുക്ക് തുടർന്ന് നമ്മൾ ആ ഭാഗങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ വാസ്തവമായും അങ്ങയുടെ പദ്ധതി പ്രകാരം ഞങ്ങളുടെ ഉള്ളിൽ ആകാംക്ഷ തരുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ ആ ഞരക്കം, ആ ഗ്രോണിങ് തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ മുന്നോട്ട് നടത്തണമേ. ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രത്യാശ ഇതാണ്: ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ പോലെ, ദൈവം പുത്രനെ ഉയർപ്പിച്ച പോലെ തന്നെ പുത്രനിൽ വിശ്വസിക്കുന്നവരെ ക്രിസ്തു മുഖാന്തരം ഉയർപ്പിക്കുമെന്നുള്ള ആ പൂർണ്ണ നിശ്ചയത്തോടുകൂടെ പ്രത്യാശ അടിസ്ഥാനം അതാണ്. ഞങ്ങൾ കാത്തിരിക്കുന്നു. അതെ, ഞങ്ങൾ നിദ്രയുണ്ടവരെ കുറിച്ച് ഞങ്ങൾ നിരാശപ്പെടത്തില്ല. അവരുറങ്ങുന്നു, അവരെ ഉണർത്തുന്ന ദൈവപ്രവൃത്തി, അവരെ വീണ്ടെടുക്കുന്ന ദൈവപ്രവൃത്തി എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് ആ പ്രത്യക്ഷതയിലേക്ക്, ആ വെളിപ്പാടിലേക്ക്, ആ തേജസ്സിന്റെ പൂർണ്ണതയിലേക്ക്, ക്രിസ്തുവിനോടൊപ്പം മഹത്വം പ്രാപിക്കുന്ന ആ ത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നു. അതിനായി ഞങ്ങളെ സഹായിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കുക. വചനങ്ങളാൽ ദൈവം നമ്മെ